വചനവയലൊരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം 1 മുതൽ 4 വരെയും, സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും, വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും, ഗലാത്യ 1 മുതൽ 6 വരെയും, 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിലെ 1-ാം ചോദ്യം. ഗലാത്യ 1-ാം അധ്യായം 4-ാം വാക്യം അനുസരിച്ച് എന്തിനു വേണ്ടിയാണ് അവൻ തന്നെ ബലിയർപ്പിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. ക്വസ്റ്റ്യൻ നമ്പർ 2. നവോമിയും കുടുംബവും എത്ര വർഷക്കാലം മോവാബിൽ താമസിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 10 വർഷം. ക്വസ്റ്റ്യൻ നമ്പർ 3. ഫിലിസ്തീർ ദൈവത്തിന്റെ പേടകം കൈവശപ്പെടുത്തി എബ്നേസറിൽ നിന്ന് എവിടേക്ക് കൊണ്ടുപോയി? 1 സാമുവേൽ 5-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അഷ്ദോദിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 4. ആരിൽ നിക്കോദെമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഫരിസേയരിൽ. ക്വസ്റ്റ്യൻ നമ്പർ 5. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ ആരുടെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു? ഗലാത്യ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പുത്രന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 6. ശിമയോൻ പത്രോസിന്റെ സഹോദരന്റെ പേര്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അന്ത്രയോസ്. ക്വസ്റ്റ്യൻ നമ്പർ 7. ആകാശത്തിന് കീഴിൽ സംഭവിക്കുന്നതെല്ലാം ആരാന്നറിയാൻ എങ്ങനെയാണ് പരിശ്രമിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ജ്ഞാനത്തോടെ. ക്വസ്റ്റ്യൻ നമ്പർ 8. സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ മോചിപ്പിച്ചത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ക്രിസ്തു. ക്വസ്റ്റ്യൻ നമ്പർ 9. പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്ത് സ്വീകരിക്കുന്നെങ്കിൽ ക്രിസ്തു നിങ്ങൾക്ക് ഒന്നിനും പ്രയോജനപ്പെടുകയില്ല. ഗലാത്യ 5-ൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പരിച്ഛേദനം. ക്വസ്റ്റ്യൻ നമ്പർ 10. സാമുവേലിന്റെ വാക്ക് ആര് മുഴുവൻ ആദരിച്ചു? 1 സാമുവേൽ 1-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഇസ്രായേൽ. ക്വസ്റ്റ്യൻ നമ്പർ 11. ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്ന ആത്മാവിന്റെ പ്രത്യേകത എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രന്റെ ആത്മാവ്. ക്വസ്റ്റ്യൻ നമ്പർ 12. അഹന്തയോടെ മേലിൽ എന്ത് ചെയ്യരുത്? നിന്റെ നാവിൽ നിന്ന് ഗർവ് പുറപ്പെടാതിരിക്കട്ടെ. 1 സാമുവേൽ 2-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സംസാരിക്കരുത്. ക്വസ്റ്റ്യൻ നമ്പർ 13. യൂദായയ്ക്ക് താമാറിൽ ഡാഷ്
പേരസിന്റെ ഭവനം പോലെ ഈ യുവതിയിൽ കർത്താവ് നിനക്ക് തരുന്ന സന്താനങ്ങളിലൂടെ നിന്റെ ഭവനവുമാകട്ടെ. റൂത്ത് 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജനിച്ച. ക്വസ്റ്റ്യൻ നമ്പർ 14. അതുവരെ കർത്താവിന്റെ ശബ്ദം അവന് വെളിവാക്കപ്പെട്ടിരുന്നില്ല. ആർക്ക്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സാമുവലിന്. ക്വസ്റ്റ്യൻ നമ്പർ 15. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഹന്നായും ഡാഷ്. പെനീനായിക്ക് മക്കളുണ്ടായിരുന്നു. ഹന്നായ്ക്കാകട്ടെ മക്കളില്ലായിരുന്നു. 1 സാമുവൽ 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പെനീനായും. ക്വസ്റ്റ്യൻ നമ്പർ 16. നവോമി റൂത്തിനോട് പറഞ്ഞു, മകളെ, സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എന്റെ എന്തല്ലേ? റൂത്ത് 3-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കടമ. ക്വസ്റ്റ്യൻ നമ്പർ 17. എന്നാൽ ആത്മാവിന്റെ ഡാഷ് ആണ് സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത. ഗലാത്യ 5-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഫലങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 18. വാക്കുകളുടെ പെരുപ്പ് എന്തിന്റെ പെരുപ്പും തന്നെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മിഥ്യയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 19. എൽക്കാന ഏത് വംശജനായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സൂഫ് വംശജൻ. ക്വസ്റ്റ്യൻ നമ്പർ 20. ആരെ പ്രതി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി? ഗലാത്യ 1-ാം അധ്യായത്തിൽ എന്ത് പറയുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, എന്നെ. ക്വസ്റ്റ്യൻ നമ്പർ 21. തുടർന്ന് ഞാൻ സിറിയ, കിലിക്യ എന്നീ പ്രദേശങ്ങളിലേക്ക് പോയി. ഗലാത്യ 1-ാം അധ്യായത്തിൽ ആരാണ് ഇക്കാര്യം പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പൗലോസ്. ക്വസ്റ്റ്യൻ നമ്പർ 22. നിന്റെ മേലങ്കി വിരിച്ചു പിടിക്കുക. അവൻ ഡാഷ് ബാർലി അതിലിട്ട് അവളുടെ തലയിൽ വെച്ചു കൊടുത്തു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, 6 അളവ്. ക്വസ്റ്റ്യൻ നമ്പർ 23. യേശു ആരുടെ അടുത്തേക്ക് പോകുമോ എന്നാണ് യഹൂദർ പരസ്പരം പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഗ്രീക്കുകാർ. ക്വസ്റ്റ്യൻ നമ്പർ 24. കർത്താവ് തന്റെ ജനത്തെ എന്ത് നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ട് നവോമി മരുമക്കളോടുകൂടെ മോവാബിൽ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങി. റൂത്ത് 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഭക്ഷണം. ക്വസ്റ്റ്യൻ നമ്പർ 25. നീ മേലിൽ എങ്ങനെ സംസാരിക്കരുത് എന്നാണ് ഹന്നായുടെ കീർത്തനത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അഹന്തയോടെ. ക്വസ്റ്റ്യൻ നമ്പർ 26. എൽക്കാനയും കുടുംബവും എപ്പോൾ എഴുന്നേറ്റ് കർത്താവിനെ ആരാധിച്ചതിന് ശേഷം റാമായിലുള്ള തങ്ങളുടെ ഗൃഹത്തിലേക്ക് മടങ്ങി? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, അതിരാവിലെ. ക്വസ്റ്റ്യൻ നമ്പർ 27. മെതിക്കളത്തിൽ ബാർലി ഡാഷ് അവന് ഇന്ന് രാത്രി വരുന്നുണ്ട്. നീ കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ച് മെതിക്കളത്തിലേക്ക് ചെല്ലുക. റൂത്ത് 3-ാം അധ്യായത്തിൽ നിന്ന്
പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പാറ്റുന്നതിന്. ക്വസ്റ്റ്യൻ നമ്പർ 28. നിങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. അതിനെ എന്തായി ഗണിക്കരുതെന്നാണ് സ്ലീഹ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഭൗതിക സുഖത്തിനുള്ള സ്വാതന്ത്ര്യമായി. ക്വസ്റ്റ്യൻ നമ്പർ 29. അനന്തരം ബോവാസ് ശ്രേഷ്ഠന്മാരോടും മറ്റുള്ളവരോടും പറഞ്ഞു, എലിമലക്കിൻ്റെയും മഹ്ലോൻ, കിലിയോൻ എന്നിവരുടെയും ആയ എല്ലാം നവോമിയിൽ നിന്ന് ഇന്ന് ഞാൻ വാങ്ങി എന്നതിന് നിങ്ങൾ ഡാഷ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സാക്ഷികളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 30. അപ്പോൾ റൂത്ത് പറഞ്ഞു, യജമാനനെ, അങ്ങനോട് വലിയ ദയയാണ് കാണിക്കുന്നത്. എന്നാൽ ഞാൻ അങ്ങയുടെ ദാസിമാരിൽ ഒരുവളല്ല. എങ്കിലും ഈ ദാസിയെ ഡാഷ് കരുണയോടെ സംസാരിക്കുകയും ചെയ്തു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ആശ്വസിപ്പിക്കുകയും. ക്വസ്റ്റ്യൻ നമ്പർ 31. നവോമിയുടെ ഡാഷ് എലിമേലെക്ക് മരിച്ചു, അവളും പുത്രന്മാരും ശേഷിച്ചു. റൂത്ത് 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഭർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 32. യൂദയായ്ക്ക് താമാറിൽ ജനിച്ച പേരസിന് ഭവനം പോലെ ഈ യുവതിയിൽ കർത്താവ് നിനക്ക് തരുന്ന സന്താനങ്ങളിലൂടെ നിന്റെ ഡാഷ് ആകട്ടെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഭവനവും. ക്വസ്റ്റ്യൻ നമ്പർ 33. ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിന്റെ ആര് പുറന്തള്ളപ്പെടും? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അധികാരി. ക്വസ്റ്റ്യൻ നമ്പർ 34. അവൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഡാഷ് കൂടെ പുറപ്പെട്ടു, യൂദയായിലേക്കുള്ള വഴിയിലെത്തി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, മരുമക്കളോട്. ക്വസ്റ്റ്യൻ നമ്പർ 35. ജനക്കൂട്ടം അവനെക്കുറിച്ച് പിറുപിറുക്കുന്നത് ഫരിസേയർ കേട്ടു. പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും അവനെ ബന്ധിക്കാൻ ഡാഷ് അയച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സേവകരെ. ക്വസ്റ്റ്യൻ നമ്പർ 36. ദൈവത്തെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമല്ലാത്തവയെ എന്ത് ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സേവിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 37. യൂദയായിലുള്ള ക്രിസ്തുവിന്റെ സഭകൾ അപ്പോഴും എന്നെ നേരിട്ട് അറിഞ്ഞിരുന്നില്ല. ഗലാത്യ 1-ാം അധ്യായത്തിൽ ആരെക്കുറിച്ചാണ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, പൗലോസ്. ക്വസ്റ്റ്യൻ നമ്പർ 38. ആരുടെ ഭർത്താവ് എലിമേലെക്ക് മരിച്ചു, അവളും പുത്രന്മാരും ശേഷിച്ചു. റൂത്ത് 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നവോമിയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 39. ഹന്നായെ കൂടുതൽ സ്നേഹിച്ചിരുന്നെങ്കിലും അവൾക്ക് എന്ത് മാത്രമേ നൽകിയിരുന്നുള്ളൂ, എന്നാൽ കർത്താവ് അവളെ ബന്ദിയാക്കിയിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഒരംശം. ക്വസ്റ്റ്യൻ നമ്പർ 40. നവോമി മോവാബിൽ നിന്ന് അവിടുത്തുകാരിയായ ആരോടുകൂടിയാണ് തിരിച്ചെത്തിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മരുമകൾ റൂത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 41. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ ഡാഷ് എന്നിലേക്ക് ആകർഷിക്കും.
പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മനുഷ്യരെയും. ക്വസ്റ്റ്യൻ നമ്പർ 42. ആര് നിശ്ചയിച്ച കാലാവധി വരെ അവൻ രക്ഷകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും സംരക്ഷണത്തിലായിരിക്കും? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പിതാവ്. ക്വസ്റ്റ്യൻ നമ്പർ 43. അവനെ ശകാരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, നീയാണ് അവൻ്റെ ഡാഷ്, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ശിഷ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 44. എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എൻ്റെ ശിരസിൽ കർത്താവിൽ ഉയർന്നിരിക്കുന്നു. എൻ്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു, എന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ഡാഷ്. 1 സാമുവേൽ 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ആനന്ദിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 45. പുത്രനെ അനുസരിക്കാത്തവരുടെ മേൽ എന്തുണ്ട്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദൈവകോപം. ക്വസ്റ്റ്യൻ നമ്പർ 46. കർത്താവ് വീണ്ടും സാമുവലിനെ വിളിച്ചു. സാമുവൽ അവൻ എഴുന്നേറ്റു, ഡാഷ് അടുക്കിലേക്ക് ചെന്ന് പറഞ്ഞു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഏലിയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 47. തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു, അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ ഡാഷ് വരുന്നുമില്ല. വിശുദ്ധ യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വെളിച്ചത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 48. നിങ്ങളിത് ചെയ്തതുകൊണ്ട് ഞാനും നിങ്ങളോട് ദയ കാണിക്കും. നിങ്ങളുടെ കരങ്ങൾ ശക്തമായിരിക്കട്ടെ, ധീരന്മാരായിരിക്കുവിൻ. നിങ്ങളുടെ യജമാനായ സാവൂൾ മരിച്ചു, യൂദാഭവനം തങ്ങളുടെ രാജാവായി എന്നെ ഡാഷ് ചെയ്തിരിക്കുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അഭിഷേകം. ക്വസ്റ്റ്യൻ നമ്പർ 49. ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാലാ പെറുക്കട്ടെ എന്ന് മൊവാബിയായ റൂത്ത് ആരോട് ചോദിച്ചു? റൂത്ത് 2-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നവോമിയോട്. ക്വസ്റ്റ്യൻ നമ്പർ 50. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ഡാഷ് അതിന്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഗലാത്യ 5-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ജഡത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 51. 3 ദിവസത്തിനകം എന്ന വാക്കിൽ കാണുന്ന സംഖ്യ ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 3. ക്വസ്റ്റ്യൻ നമ്പർ 52. ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് എന്താണ്? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ആത്മാവ്. ക്വസ്റ്റ്യൻ നമ്പർ 53. എന്താണ് തിന്മ പ്രവർത്തിക്കുന്നവൻ വെറുക്കുന്നത്? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പ്രകാശം. ക്വസ്റ്റ്യൻ നമ്പർ 54. ഗലാത്യ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ മുഖേന എന്ന വാക്ക് എത്ര തവണ ആവർത്തിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 3. ക്വസ്റ്റ്യൻ നമ്പർ 55. ഗലാത്യ 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ ആർക്ക് എന്നേക്ക് മഹത്വമുണ്ടായിരിക്കട്ടെ എന്നാണ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദൈവത്തിന്.
ക്വസ്റ്റ്യൻ നമ്പർ 56. യേശു ഗലീലയിൽ ഏത് സ്ഥലത്താണ് വീണ്ടും എത്തിയതെന്ന് യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കാന. ക്വസ്റ്റ്യൻ നമ്പർ 57. യേശുവിനെ ഒറ്റിക്കൊടുക്കാനിരുന്ന യൂദാസ് ആരുടെ മകനായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ശിമയോൻ സ്കറിയോത്ത. ക്വസ്റ്റ്യൻ നമ്പർ 58. യോഹന്നാൻ 1-ാം അധ്യായം 3-ാം വാക്യം അനുസരിച്ച് എല്ലാം സൃഷ്ടിച്ചത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വചനം. ക്വസ്റ്റ്യൻ നമ്പർ 59. യേശു പറഞ്ഞ ദേവാലയം എന്ന വാക്ക് സൂചിപ്പിച്ചത് എന്ത്? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, തന്റെ ശരീരമാകുന്ന ആലയം. ക്വസ്റ്റ്യൻ നമ്പർ 60. നവോമിയും കുടുംബവും എത്ര വർഷക്കാലം മോവാബിൽ താമസിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 10 വർഷം. ക്വസ്റ്റ്യൻ നമ്പർ 61. റൂത്ത് വയലിൽ ചെന്നു ആരുടെ പിറകെ കാലാപ്പെറുക്കി? എലിമെലെക്കിന്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിന്റെ വയലിലാണ് അവൾ എത്തിച്ചേർന്നത്. റൂത്ത് 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കൊയ്ത്തുകാരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 62. ഫിലിസ്ത്യർ പുരോഹിതന്മാരെയും ജ്യോത്സ്യന്മാരെയും വിളിച്ചു വരുത്തി ചോദിച്ചു, ഡാഷ് പേടകം നാം എന്ത് ചെയ്യണം? പൂർവ്വസ്ഥാനത്തേക്ക് തിരിച്ചയക്കുമ്പോൾ അതോടൊപ്പം നാം എന്താണ് കൊടുത്തയക്കേണ്ടത്? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കർത്താവിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 63. എത്ര വർഷത്തിന് ശേഷം കേപ്പായെ കാണാൻ ഞാൻ ജെറുസലേമിലേക്ക് പോയി? അവനോടൊത്ത് 15 ദിവസം താമസിക്കുകയും ചെയ്തു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 3. ക്വസ്റ്റ്യൻ നമ്പർ 64. എന്നെ അയച്ചവന്റെ ഡാഷ് പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പ്രവർത്തികൾ. ക്വസ്റ്റ്യൻ നമ്പർ 65. രാത്രിയിൽ ഈശോയെ സന്ദർശിച്ച യഹൂദ പ്രമാണി ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നിക്കോദേമോസ്. ക്വസ്റ്റ്യൻ നമ്പർ 66. എന്നാൽ ആത്മാവിന്റെ ഡാഷ് ആണ് സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത. ഗലാത്യ 5-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഫലങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 67. യേശു 3 ദിവസം പുനരുദ്ധരിക്കുമെന്ന് കേട്ട് യഹൂദർ പറഞ്ഞതെന്ത്? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 46 വർഷം എടുത്തത് വെറും 3 ദിവസത്തിനകം. ക്വസ്റ്റ്യൻ നമ്പർ 68. എന്ത് സമുദ്രത്തിലേക്ക് ഒഴുകുന്നു എന്നാൽ സമുദ്രം നിറയുന്നില്ല? ഉറവിടത്തിലേക്ക് വീണ്ടും ഒഴുക്ക് തുടരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നദികൾ. ക്വസ്റ്റ്യൻ നമ്പർ 69. ആര് തന്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ട് നവോമി മരുമക്കളോടുകൂടി മോവാബിൽ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങി. റൂത്ത് 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 70. അവന്റെ ശിഷ്യന്മാർക്ക് ആദ്യം ഇത് മനസ്സിലായില്ല. എന്നാൽ യേശു ഡാഷ് പ്രാപിച്ചപ്പോൾ അവനെപ്പറ്റി ഇക്കാര്യങ്ങൾ എഴുതപ്പെട്ടിരുന്നുവെന്നും അവന് വേണ്ടി ഇവയെല്ലാം ചെയ്തുവെന്നും അവർ അനുസ്മരിച്ചു. പൂരിപ്പിക്കുക.
ഓപ്ഷൻ എ മഹത്വം. ക്വസ്റ്റ്യൻ നമ്പർ 71. വിജാതീയരുടെ അപ്പസ്തോലൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി പൗലോസ്. ക്വസ്റ്റ്യൻ നമ്പർ 72. ഏത് ഗ്രാമത്തിൽ നിന്നാണ് ക്രിസ്തു വരുന്നത് എന്നാണ് ചിലർ പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ബെത്ലഹേം. ക്വസ്റ്റ്യൻ നമ്പർ 73. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ഡാഷ് ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ലോകത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 74. നിക്കോദേമോസ് ഈശോയെ അഭിസംബോധന ചെയ്തത് എങ്ങനെ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി റബ്ബി. ക്വസ്റ്റ്യൻ നമ്പർ 75. അയൽക്കാരായ സ്ത്രീകൾ നവോമിക്ക് ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവന് ഡാഷ് പേരിട്ടു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഓബദ്. ക്വസ്റ്റ്യൻ നമ്പർ 76. ആർക്കൊരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓബദ് എന്ന് അവന് പേരിട്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി നവോമിക്കൊരു പുത്രൻ. ക്വസ്റ്റ്യൻ നമ്പർ 77. ആര് പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥാഭിമാനികളും ആകാതിരിക്കട്ടെ. ഗലാത്യ 6-ാം അധ്യായത്തിൽ എന്ത് പറയുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ നാം. ക്വസ്റ്റ്യൻ നമ്പർ 78. യേശുവിനെ കൊല്ലാൻ കൂടുതൽ ശ്രമിച്ചവർ ആര്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ യഹൂദർ. ക്വസ്റ്റ്യൻ നമ്പർ 79. അപ്പോൾ റൂത്ത് പറഞ്ഞു, യജമാനെ അങ്ങനോട് വലിയ ദയയാണ് കാണിക്കുന്നത്. എന്നാൽ ഞാൻ അങ്ങയുടെ ഡാഷ് ഒരുവളല്ല, എങ്കിലും ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും കരുണയോട് സംസാരിക്കുകയും ചെയ്തു. റൂത്ത് 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ ദാസിമാരിൽ. ക്വസ്റ്റ്യൻ നമ്പർ 80. 3 ദിവസം എന്ന വാക്ക് യേശുവിന്റെ ജീവിതത്തിൽ പിന്നീട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ പുനരുദ്ധാനം. ക്വസ്റ്റ്യൻ നമ്പർ 81. യൂദായിക്ക് താമാരൻ ഡാഷ് പേരസിന്റെ ഭവനം പോലെ ഈ യുവതിയിൽ കർത്താവ് നിനക്ക് തരുന്ന സന്താനങ്ങളിലൂടെ നിന്റെ ഭവനവുമാകട്ടെ. റൂത്ത് 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ജനിച്ച. ക്വസ്റ്റ്യൻ നമ്പർ 82. യേശു തന്റെ ആദ്യ അത്ഭുതം എവിടെ ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഗലീലയിലെ കാന. ക്വസ്റ്റ്യൻ നമ്പർ 83. കർത്താവിന്റെ പേടകമെടുത്ത് വണ്ടിയിൽ വയ്ക്കുക. പ്രായശ്ചിത്ത ബലിക്ക് നിങ്ങൾ തയ്യാറാക്കിയ സ്വർണ്ണ ഉരുപ്പടികൾ ഡാഷ് അതിന്റെ ഒരു വശത്ത് വയ്ക്കുവിൻ. 1 സാമുവേൽ 6-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി പെട്ടിക്കുള്ളിലാക്കി. ക്വസ്റ്റ്യൻ നമ്പർ 84. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായി. അന്ന് യൂദായിലെ ഒരു ബെത്ലഹേംകാരൻ ഭാര്യയും ഡാഷ് ഇരുവരുമൊത്ത് മോവാബ് ദേശത്ത് കുടിയേറി പാർത്തു. റൂത്ത് 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ പുത്രന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 85. നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലുകളിലേക്ക് നോക്കുവിൻ. എന്തിന് സമയമാകുന്നു എന്ന് സൂചിപ്പിക്കുന്നത്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക.
ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വിളവെടുപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 86. പുത്രനിൽ വിശ്വസിക്കുന്നവന് എന്താണ് ലഭിക്കുന്നത്? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നിത്യജീവൻ. ക്വസ്റ്റ്യൻ നമ്പർ 87. വയലുകൾ വിളഞ്ഞ് കൊയ്ക്ക് പാകമായിരിക്കുന്നു എന്ന് യേശു പറഞ്ഞത് എപ്പോൾ? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, വിളവെടുപ്പ് ഉദാഹരണത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 88. ഫിലിസ്തീർ ദൈവത്തിന്റെ പേടകം കൈവശപ്പെടുത്തി ഇവിടെ നിന്ന് അഷ്തോദിലേക്ക് കൊണ്ടുപോയി. 1 സാമുവേൽ 5-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, എബനേസറിൽ. ക്വസ്റ്റ്യൻ നമ്പർ 89. യേശു നേരിട്ട് ആരെയും എന്ത് ചെയ്യാതിരുന്നതാണ്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്നാനപ്പെടുത്തുക. ക്വസ്റ്റ്യൻ നമ്പർ 90. കർത്താവ് വീണ്ടും സാമുവേലിനെ വിളിച്ചു. സാമുവേൽ അവൻ ഡാഷ് ഏലിയുടെ അടുക്കിലേക്ക് ചെന്ന് പറഞ്ഞു, പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, എഴുന്നേറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 91. വാഗ്ദാനം സിദ്ധിച്ചവന് എന്ത് ലഭിക്കുന്നത് വരെ പാപങ്ങൾ നിമിത്തം നിയമം നൽകപ്പെട്ടു. ദൈവദൂതന്മാർ വഴി ഒരു മധ്യവർത്തിയിലൂടെ അത് വിളംബരം ചെയ്യപ്പെട്ടു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സന്തതി. ക്വസ്റ്റ്യൻ നമ്പർ 92. എത്ര കുട്ട നിറയെ മിച്ചം ശേഖരിച്ചു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 12. ക്വസ്റ്റ്യൻ നമ്പർ 93. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും ഈ അടയാളങ്ങൾ ചെയ്യുകയില്ല. ഈ വാക്കുകൾ ആരുടേതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നിക്കോദെമോസ്. ക്വസ്റ്റ്യൻ നമ്പർ 94. കർത്താവിന്റെ പേടകം 7 മാസം ആരുടെ രാജ്യത്തായിരുന്നു? 1 സാമുവേൽ 6-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഫിലിസ്തീനരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 95. കൃപയും സത്യവും ആരിലൂടെ ലഭിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യേശുക്രിസ്തു. ക്വസ്റ്റ്യൻ നമ്പർ 96. കർത്താവിന്റെ എന്ത് അവിടെ ഏറെക്കാലം 20 വർഷത്തോളം ഇരുന്നു? 1 സാമുവേൽ 7-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പേടകം. ക്വസ്റ്റ്യൻ നമ്പർ 97. ഞാൻ പോയി എന്നീ ഡാഷ് വയലിൽ കാലാ പെറുക്കട്ടെ എന്ന് മൊവാബിയായ റൂത്ത് നവോമിയോട് ചോദിച്ചു. റൂത്ത് 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അനുവദിക്കുന്നവരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 98. യേശുവിന്റെ അമ്മ കാനായിൽ എന്ത് പറഞ്ഞു? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അവർക്ക് വീഞ്ഞില്ല. ക്വസ്റ്റ്യൻ നമ്പർ 99. ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവൻ എന്തൊക്കെ നൽകുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സമ്പത്തും ഐശ്വര്യവും കീർത്തിയും. ക്വസ്റ്റ്യൻ നമ്പർ 100. ആര് മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ എന്ന് യോഹന്നാൻ 3-ാം അധ്യായത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശു. നന്ദി.
വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.